നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടി നാടിന്റെ നേതാവാണ്. നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടി നാട്ടിന്റെ നേതാവാവുക ആരാ? പള്ളിന്റെ പ്രസിഡന്റും ബാങ്കിന്റെ പ്രസിഡന്റും ഒന്നാണ്. പള്ളിന്റെ പ്രസിഡന്റ് എനിക്കറിയാട്ടോ. ഇനി ഞാൻ ആരെങ്കിലും പറ്റി പ്രസംഗിച്ചാന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയുള്ളോ ഇല്ലെങ്കിൽ വേഗം പോയിട്ട് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിച്ചാളി. അല്ലാത്തവരും രാജിച്ചാളി. പലിശ വേണ്ട, അപകടമാണ്. ഈ പ്രസിഡന്റ് ആണെന്നൊന്നുമില്ല, ബാങ്കിലെ മെമ്പർഷിപ്പ് വേണ്ട, അപകടമാണ്. അഖിലുർ റിബാ വമുഖിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. അഖിലുർ റിബാ പലിശ വാങ്ങുന്നയാൾ, വമുഖിലുഹു പലിശ കൊടുക്കുന്നയാൾ, വകാതിബുഹു പലിശക്ക് വേണ്ടി എഴുതുന്നയാൾ, വശാഹിദുഹു പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നയാൾ, കുല്ലുഹും ഫിന്നാർ. അപ്പീലില്ലാത്ത വർത്തമാനം, എല്ലാവരും നരകത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടികൾ നാട്ടിന്റെ നേതാക്കളാകാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വലിയ അപകടം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയഖ്തുറു ശുർബുൽ ഖംറി. എന്നോട് പറഞ്ഞാൽ കുടിക്കുന്നു. ഇപ്പടുത്ത് ഞാൻ കേട്ടു അയാൾക്കെന്തോ അസുഖമുണ്ട്, അയാൾക്ക് കരളിന് അസുഖമുണ്ട്. കരളിന് ക്യാൻസറാണ് അത്ര. കുടിച്ചിട്ട് കരളിന് ക്യാൻസർ. ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കരയാണ്. ഇപ്പൊ ഒരു ബദർമൗലിദ് കേൾക്കാൻ ഉസ്താമാരൊന്ന് വിളിച്ചുകൊണ്ടിരി. ബദർമൗലിദ് എപ്പോ കരളിന് ക്യാൻസർ വന്നിട്ടേ ബദരിങ്ങൾ വർക്കത്തുകൊണ്ട് ക്യാൻസർ രോഗം മാറിയാലോ. ഖുർആനിലെ ആയത്താ ഞാൻ ഓർത്തുപോയത് ആ സമയം. ഖുർആനിൽ റബ്ബ് പറഞ്ഞു, മരിക്കണ ഘട്ടണമെന്ന് കഴിച്ചിലാവില്ല എന്ന് കണ്ടാൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മന്ത്രിക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താ മന്ത്രിച്ചിട്ട് സുഖാവുള്ളൂ എന്നുള്ള അവസാനം മനുഷ്യന് ബോധം വരുന്ന രംഗം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇപ്പടുത്ത് ഈ പുതുവത്സര ദിവസം വന്നല്ലോ, ജനുവരി 1. നിങ്ങളൊക്കെ പുതുവത്സരം ആഘോഷിന്റെ റിപ്പോർട്ട് വായിച്ചോ? കണ്ണൂർ ജില്ലയിൽ ഞാൻ ജില്ലയിലെ അടുത്ത 2 പ്രദേശത്തിന് കിട്ടിയ പുതുവത്സരത്തിന് എന്ത് സമ്മാനം കിട്ടിയറിയോ? ഒരു മദ്രസന്റെ മേൽക്കൂരി പൊളിഞ്ഞു, വേറൊരു പള്ളിന്റെ ജനൽ ചില്ല് എറിഞ്ഞു തകർത്തും ചെയ്തു. ആര്? പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് മദ്യം കുടിച്ച് ചാടിക്കളിച്ച കുട്ടികൾ. ആരെ മക്കള്? നമ്മളെ സമുദായത്തില്. എന്താ രാത്രി 12 മണിക്ക്? ഞാനന്ന് വയനാട്ടിൽ വയത് പറയാം. അപ്പൊ രാത്രി 12 മണിക്ക് ഞാൻ വയത് പറഞ്ഞതിനൊക്കെ ഞെട്ടിപ്പോയി. ഇതാ പെട്ടെന്ന് അപ്പൊ ഞാൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നോട് അടുത്തുള്ള ആൾ പറഞ്ഞു, സാറേ കൊല്ലം മാറിയതാണ്. കൊല്ലം മാറിയത്. ഞാൻ വേറെ സ്ഥലത്ത് പോയപ്പോ കണ്ടു കുറെ മ്യൂസിക് ഇങ്ങനെ വെച്ചിട്ട് കുറെ ചെക്കന്മാര് നടുറോട്ടിൽ നിന്നിട്ട് ചാട. എന്താ? കൊല്ലം മാറിയതാണ്. എന്റെ പ്രിയമുള്ള സഹോദര, റസൂലുള്ളാഹി പറയുന്നു, യഖ്തുറു ശുർബുൽ ഖംറി, മൂക്കറ്റം മദ്യപിക്കുന്നവരുടെ കാലമുണ്ടാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർബതി തുറബ്ബി ഇളാമി ബഅദ മൗതി റൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിക്ക് ചുവട്ടിൽ കൊണ്ടുപോയി കുടിച്ചു മൂടണം. ഞാൻ മരിച്ചതിന് ശേഷവും എന്റെ ശരീരത്തിന് മുന്തിരിച്ചാറിന്റെ രുചിയെത്തട്ടെ എന്ന് വസിയത്ത് എഴുതി വെച്ചിരുന്ന ആളുകളോട്, സമുദ്രത്തിൽ വിശാലമായ സമുദ്രത്തിൽ തുള്ളി മദ്യം വേണോ? ആ സമുദ്രം അങ്ങ് വറ്റിപ്പോയാലും അതിലൊരു വൃക്ഷമുണ്ടായ ആ വൃക്ഷത്തിൽ ഫലമുണ്ടായാൽ പോലും ആ ഫലം ഭക്ഷിക്കാൻ തയ്യാറല്ല. അത്രമാത്രം മദ്യത്തോട് വിരക്തിയുള്ള ഒരു സമുദായത്തെ സൃഷ്ടിച്ചെടുത്തപ്പോഴാ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സമൂഹമേ, സ്വഹാബാ, നിങ്ങൾക്ക് മദ്യം കഴിഞ്ഞു പോയ പോലെയുള്ള മദ്യത്തിന്റെ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ കടന്നു വരാറുണ്ട്. ആ കാലഘട്ടം ഖിയാമത്തിനോട് ചേർന്ന കാലമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ മലപ്പുറം ജില്ലയിൽ കുവൈത്ത് നിന്ന് പരിചയപ്പെട്ടൊരു സഹോദരന്റെ കല്യാണത്തിന് പോയി. പകലല്ല പോയത്, പകല് പോകാൻ കഴിയാത്തതുകൊണ്ട് രാത്രി പോവാം. രാത്രി 2 മണിക്കാണ് വീട്ടിലെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, സാർ നിങ്ങളോട് വരുന്ന ഇങ്ങോട്ട് തിരിഞ്ഞ റോട്ടിൽ ഒരാള് വീണെടുക്കണ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ റോട്ടിൽ ഒരാളില്ലല്ലോ, അതിന്റെ അപ്പുറത്തൊരു കടന്റെ തിണ്ണയിൽ ഒരാൾ കിടക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അതാണ് ഉസ്താദെ നമ്മളെ നാട്ടിലെ അസീസ് മാഷ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ വീണ് എന്നോട് പറഞ്ഞു, സാറേ എല്ലാ ദിവസവും ഇയാൾ കുടിക്കും.
രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടിക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന പണിയാണ്. വൈകുന്നേരം പോയാൽ പിന്നെ മൂപ്പര് സ്വയം സംസ്കാരം പഠിക്കലാണ്, കാണിച്ചു കൊടുക്കലാണ്. എന്ന് പറഞ്ഞു ഇയാൾ കുടിക്കും, കുടിച്ചിട്ട് എന്നും വീഴും. എന്നിട്ടോ എന്നോട് പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ അയാൾ റോട്ടിലിരുന്നു, അയാളെ കുട്ടികളാണ് അയാൾ എടുത്തിട്ട് റോട്ടിൽ നിന്ന് പീഡിക്കണ്ടേക്ക് കടത്തിൽ അയാൾ പഠിപ്പിക്കുന്ന കുട്ടികളാണ് എന്നോട് പറഞ്ഞു. മറ്റൊരിക്കൽ ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാൾ ഇല്ലെങ്കിൽ ഈ കുടി എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തം ബുദ്ധി നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഞാൻ ബസ്സിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് കാഞ്ഞിലേരി എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അല്ല കരേറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ കയറി. ഭയങ്കര കുലുമാല് പിന്നെ ബസ്സിൽ ഒരുപാട് ആളുണ്ട്, ഭയങ്കര ജനങ്ങളിങ്ങനെ തിങ്ങിയിട്ട് ബസ്സിലേക്കാണ്. ഇവൻ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ കയറിയിട്ട് മുന്നിൽ പോയിട്ട് പറയാം ഹംഖേ എടാ ആരെ ഡ്രൈവറെ നോക്കുന്ന സമയത്ത് ഡ്രൈവറെ വിളിക്കണം. ഡ്രൈവറെ വിളിച്ചിട്ട് പറയാം എടാ അന്റെ മോഹൻലാൽ എന്ന് പറയാൻ കാരണം വെച്ചാൽ അന്ന് ഈ മോഹൻലാലിന് ദില്ലി എന്തോ ഒരു പദവി കിട്ടിയില്ല, ലഫ്റ്റനന്റ് പദവി ഇത് കിട്ടിയ സമയം. അപ്പൊ ഇവ പറയാം ആ ദേശം മുഴുവൻ തീർക്കാൻ ആരോടാ, ഡ്രൈവറോടാ. എടാ എന്റെ മോഹൻലാൽ എന്റെ മമ്മൂട്ടി ഇവര് പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കി, നാവ് പോലും ശരിക്ക് തിരിയുന്നില്ല. ഇവന് മമ്മൂട്ടി സാർക്ക് ലഫ്റ്റനന്റ് പദവി കൊടുക്കണം എന്നപ്പം പറയണേ തിരിയണ്ടേ. മമ്മൂട്ടി ഒരു മനുഷ്യൻ ആൾക്കാർ മുഴുവൻ നോക്കിയിട്ട് ചിരിക്കുക. ഞാൻ ഒരിക്കൽ ബസ് തലശ്ശേരി കാത്തിരുന്ന സമയത്ത് ഒരു ചങ്ങായി കുടിച്ച് എനിക്ക് തോന്നി വീഡിയോ അവിടെ എടുക്കേണ്ടി, കല്യാണത്തിനല്ലേ വീഡിയോ എടുക്കേണ്ടി. അവനാൻ്റെ കുട്ടീനെ മാറ്റിക്കണ കോലൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് ആരാനെ കാണിച്ചു കൊടുക്കും. അതിന് പണം ചെലവാക്കുക. അതിനെതിരെ പറയാൻ മൂല്യം ഈ നാട്ടിൽ പറ്റില്ല, ഉടനെ പിടിച്ചു കൊടുക്കണം. എന്താ പണി? അവനാൻ്റെ കുട്ടീനെ മാറ്റിക്കണമൊക്കെ എടുക്കുക, ബ്ലൗസ് ഇട്ട് കൊടുക്കണത്, സാരി ചുറ്റി കൊടുക്കണത്, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഒരിക്കൽ അവനോട് ഞാൻ അറബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഞാൻ ചോദിച്ചു എൻ്റെ ഓളെ അറബിക്ക് കാണിച്ചു കൊടുക്കാനാടാ എന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. ഞാൻ ചോദിച്ചു നിൻ്റെ ഓളെ അറബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഇവിടെയൊക്കെ എടുക്കണ്ട. ഈ ചങ്ങായി കുടിച്ചിട്ട് വീണെടുക്കുക. ഓൻ്റെ തുണി ഉള്ളത് തലശ്ശേരി ബസ് സ്റ്റാൻഡ് മുമ്പിലുള്ള റോട്ടിൽ ഡിവൈഡർ ഉണ്ട്. തുണി ഡിവൈഡറിൽ കുടുങ്ങിയിട്ട് അയിഞ്ഞു വീണു. ഓനെ വേറെ സ്ഥലത്താണ്. ഇനി ബാക്കി ഞാൻ പറയില്ല. അവൻ്റെ കുപ്പായം വേറെ സ്ഥലത്ത്, ഓൻ വേറെ സ്ഥലത്ത്, തുണി വേറെ സ്ഥലത്ത്, കുടിച്ചിട്ട് നടു റോട്ടിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി കുടി എന്നത് വ്യാപകമാകുന്ന കാലം, ഖിയാമത്തിനോട് ചേർന്ന കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വയഖില്ലുർ റിജാൽ വയക്തുറുൻ നിസാ. ആണുങ്ങൾ കുറയും, പെണ്ണുങ്ങൾ കൂടും. പെണ്ണ് കൂടാ, ആണ് കുറയും. എപ്പോഴത്തെ നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? അതായത് മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിലെ ഭാഗങ്ങളിലായി റോട്ടിൽ വേസ്റ്റായി കണ്ടതറ പെൺഭ്രൂണം. അതായത് അംഗവൈകല്യമൊന്നുമില്ലാത്ത പെൺഭ്രൂണങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോ അബോർഷൻ നടത്തിയിട്ട് കൊണ്ടുപോയി വേസ്റ്റിലേക്ക് തള്ളിയിരിക്കുകയാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ, ഖിയാമത്ത് നാൾ അടുക്കുന്നതിനനുബന്ധമായി പ്രസവിക്കപ്പെടുന്നത് അധികവും പെണ്ണാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിന്റെ കാരണം റസൂലുള്ളാഹി പറഞ്ഞ ഈ സംഗതി ശാസ്ത്രലോകം ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. എന്താ അവര് പറഞ്ഞത്? ഇവര് പറയുന്നത് ഒരു ഗർഭത്തിൽ ആൺകുഞ്ഞുണ്ടാകുന്നത് എപ്പോഴാ? ആൺകുഞ്ഞുണ്ടാകുന്നത് നല്ല പോലെ കേട്ടോളൂ, ഭൗതിക ശാസ്ത്രമാ പറയുന്നത്. ആൺകുഞ്ഞുണ്ടാകുന്നത് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ രതിമൂർച്ച ഉണ്ടാകുന്ന സമയം. നല്ല വികാരത്തോടു കൂടെയാണ് പുരുഷൻ ബന്ധപ്പെടുന്നതെങ്കിൽ പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയിലുള്ള ബീജഗണങ്ങൾ ദ്രുതഗതിയിൽ സഞ്ചരിക്കും. ദ്രുതഗതിയിൽ സഞ്ചരിച്ച് അണ്ഡവുമായി ചേർന്നാൽ അതിൽ നിന്നുണ്ടാകുന്നത് ആൺകുഞ്ഞായിരിക്കും. എന്നിട്ട് ശാസ്ത്രം പറയാണ്, ഈ പുരുഷ ബീജത്തിലെ പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയുടെ ബീജങ്ങളുടെ സഞ്ചാരത്തിന്റെ വേഗത കുറഞ്ഞു പോയാൽ, ആ വേഗത കുറഞ്ഞു പോയ ബീജം അണ്ഡവുമായി ചെന്ന് ചേർന്നാൽ അതിൽ നിന്നുണ്ടാകുന്നത് പെൺകുഞ്ഞായിരിക്കും. എന്നിട്ട് ശാസ്ത്രം പറയാണ്, അതുകൊണ്ട് ആൺകുഞ്ഞുണ്ടാകണോ വികാര തീവ്രത വേണം. വികാര തീവ്രത കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്നത് പെൺകുഞ്ഞായിരിക്കും എന്ന് ഭൗതിക ശാസ്ത്രം. എന്നിട്ട് ഇവർ തന്നെ പറയുകയാണ്, ഇനിയുള്ള കാലങ്ങളിൽ പ്രസവിക്കപ്പെടുന്നത് അധികവും പെണ്ണാകും
പെണ്ണാകാനാണ് സാധ്യത. എന്തുകൊണ്ട്? ചെറുപ്പക്കാർ മുഴുവൻ ചെറിയ കുട്ടികൾ പോലും സ്ത്രീയുടെ നഗ്നത കാണുന്ന കാലമാണിത്. മൊബൈലിൽ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അയാൾ മൊബൈൽ ടെക്നീഷ്യനാണ്. നന്നാക്കാൻ കൊണ്ടുവന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മൊബൈൽ പരിശോധിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങളുടെ നഗ്ന ചിത്രമാണ്. അതായത് ചെറുപ്പക്കാർ മുഴുവൻ നേരത്തെ നഗ്ന ചിത്രങ്ങൾ കണ്ട് അവരുടെ വികാര തീവ്രത കുറഞ്ഞു പോയായിരിക്കും വിവാഹ സമയത്ത് അവർ തന്റെ ഭാര്യയുമായി സമീപിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ പെണ്ണാകാനാണ് സാധ്യത എന്ന് ആധുനിക ശാസ്ത്രം എന്റെ സഹോദര ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഖല്ലുർ റിജാൽ വതക്തുറുൻ നിസാ. പെണ്ണുങ്ങൾ ധാരാളം ജനിക്കുകയും ആണ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന കാലം ഖിയാമത്തിനോട് ചേർന്ന കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുന്ന ദുആയിലേക്ക് കടക്കുകയാണ്. മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കേട്ടോളൂ. ടെക്നോളജി രംഗത്തുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി പറയുകയാണ്, ലാ തഖൂമുസ് സാഅ ഹത്താ യുകല്ലിമ الرجل شراك نعله وأدبة صوته. ഒരാൾ തന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറയാളോട് സംസാരിക്കുന്നവരെ ഖിയാമത്ത് നാളിൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിന്റെ വാറ ഒരാളോട് സംസാരിക്കണ്ട. നിങ്ങളാരെങ്കിലും സംസാരിക്കണ്ട? ചെരുപ്പിന്റെ വാറ സംസാരിക്കണ്ട? ഉണ്ടാത്ത അത് പെട്ടെന്നേക്കാരം തുടങ്ങാം. പെട്ടെന്നാവും തുടങ്ങാന്ന്. ചെരുപ്പിന്റെ വാറ് സംസാരിക്കുക ആരോട്? മനുഷ്യനോട്. അതുവരെ ഖിയാമത്ത് നാളില്ലാന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് ഒരു ചെരുപ്പുണ്ടായിരുന്നു കുട്ടികൾ നടക്കുന്ന സമയത്ത്, പി 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 പി. അതല്ല, സംസാരിക്കുന്ന മനുഷ്യനോട് നേരിട്ട് ചെരുപ്പിന്റെ വാറ്. ഖിയാമത്ത് നാളിന്റെ അടയാളം. ടെക്നോളജിയിലെ മാറ്റം ചിന്തിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ഒരു അറാബി മലമുകളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടിനെങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ ആട്ടിൻ കൂട്ടത്തിൽ നിന്നൊരാടിനെ പിടിച്ചു തിന്നാനായി ഒരു ചെന്നായ വന്നു. ചെന്നായ ഓടി വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ഈ അറാബി മലമുകളിലുള്ള ഈ അറാബി തന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ആടിനെ പിടിക്കാൻ വന്ന ചെന്നായെ തടഞ്ഞു നിർത്തി. ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ഈ ചെന്നായ ഈ അറാബിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിക്കുകയാണ്, അതംനഉനി മിൻ റിസ്ഖിൻ റസഖനില്ലാ. അല്ലാഹ് തടഞ്ഞു വെച്ച, അല്ലാഹു എനിക്ക് നൽകിയ ഭക്ഷണം നീ തടഞ്ഞു വെക്കുകയോ? ഇത് കേട്ടപ്പോ അറാബി ആകെ അത്ഭുതപ്പെട്ടു പോയി. അറാബി പറഞ്ഞത്രേ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്ന ചെന്നായോ? അറാബി ആകെ അത്ഭുതപ്പെട്ടു. ഈ അറാബിക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ചെന്നായ സംസാരിച്ചത്. ഉടനത് അറാബി തന്റെ ആട്ടിൻ പറ്റത്ത് തെളിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. മുത്തുനബിയോടുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ റസൂലുള്ളാഹി അറാബിയോട് പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. എന്തിനാ ഇതിലൊക്കെ അത്ഭുതപ്പെടുന്നത്? മുഹമ്മദിന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തഖൂമുസ് സാഅ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യുകല്ലിമ الرجل. ഒരാളോട് സംസാരിക്കുന്നവരെ ശിറാഖുൻ അലൈഹി